ഹരേ കൃഷ്ണ, രാധേ രാധേ, ജയ് ശിവശക്തി. എല്ലാ പേർക്കും ചൈത്ര നവരാത്രി 3-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ചൈത്ര നവരാത്രിയുടെ 3-ാം ദിവസം ചന്ദ്രഘണ്ഠ മാതാവിനെയാണ് പൂജിച്ച് ആരാധിക്കുന്നത്. ഇന്ന് നമുക്ക് മാതാ ചന്ദ്രഘണ്ഠയുടെ പൗരാണിക കഥ കേൾക്കാം. ചൈത്ര നവരാത്രിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും കഥയിൽ നമ്മൾ കേട്ടു എങ്ങനെയാണ് സതീദേവി അടുത്ത ജന്മത്തിൽ പർവ്വതരാജൻ ഹിമാലയത്തിൻ്റെയും മൈനാദേവിയുടെയും മകളായി അവതരിച്ചതെന്ന്. പാർവതീദേവി വിവാഹയോഗ്യയായപ്പോൾ നാരദമുനി ശിവഭഗവാനെ പ്രസന്നനാക്കാൻ തപസ് അനുഷ്ഠിക്കാൻ ദേവിയെ ഉപദേശിച്ചു. പാർവതീദേവി അദ്ദേഹത്തിൻ്റെ ഉപദേശം ശിരസാ വഹിച്ച് 3000 വർഷം കഠിന തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ ദേവിയുടെ കഠോര തപസ്യയിൽ പ്രസന്നനായി മഹാദേവൻ സ്വയം ദേവിയുടെ മുന്നിൽ പ്രകടനായി. പാർവതീദേവി മഹാദേവനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം മഹാദേവനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ദേവിയുടെ ആഗ്രഹം സ്വീകരിച്ചു. അങ്ങനെ ശിവപാർവതിമാരുടെ വിവാഹം ഉറപ്പിച്ചു. എല്ലാ ദേവീദേവന്മാരെയും കൈലാസപർവ്വതത്തിൽ വിവാഹത്തിനായി ക്ഷണിച്ചു. എല്ലാ പേരും കൈലാസത്തിൽ ഒന്നിച്ചു കൂടി. നമുക്കറിയാം, ശിവഭഗവാന്റെ കൂടെയുള്ള ഗണങ്ങൾ സാധാരണ പ്രാണികളല്ല. അദ്ദേഹത്തിൻ്റെ ഗണത്തിൽ ഭൂതം, പ്രേതം, പിശാച്, ബ്രഹ്മരക്ഷസ് ഇതെല്ലാം കൂടിച്ചേർന്നതാണ്. ശിവഗണങ്ങളെല്ലാം ചേർന്നാണ് ശിവഭഗവാനെ ഒരുക്കിയതും. ഭഗവാന്റെ ശിരസിലുള്ള ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കിരീടമായി, ചെറിയ സർപ്പങ്ങൾ കുണ്ടലങ്ങളായി, നാഗങ്ങളായി തോൾവളകൾ. ശ്മശാനത്തിലെ ഭസ്മം അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും ശരീരത്തിലും മുഴുവൻ പൂശിയിരുന്നു. അദ്ദേഹം പുലിത്തോലാണ് ധരിച്ചിരുന്നത്. കൈകളിൽ ത്രിശൂലവും ഡമരുവും ശോഭിച്ചിരുന്നു. ഇങ്ങനെ ഒരു അതിസുന്ദരമായ രീതിയിൽ നന്ദിയുടെ പുറത്തിരുന്നാണ് അദ്ദേഹം വിവാഹത്തിനായി പുറപ്പെട്ടത്. അങ്ങനെ ശിവഭഗവാനും ഗണങ്ങളും മറ്റുള്ള ദേവീദേവന്മാരും പർവ്വതരാജൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. ഗണങ്ങളുടെ ആർപ്പുവിളികളും ദേവീദേവന്മാരുടെ സന്തോഷത്തിമിർപ്പുകളും കൊണ്ട് 3 ലോകവും കമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു. ഭൂതം, പ്രേതം, പിശാചുക്കൾ, ബ്രഹ്മരക്ഷസുകൾ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. ആർപ്പുവിളികളും ഉയർന്നുകൊണ്ടേയിരുന്നു. ഇതിൽ ചിലർക്ക് 1000 മുഖങ്ങളാണെങ്കിൽ മറ്റു ചിലർക്ക് 1000 കൈകളായിരിക്കാം. ചിലർക്ക് കൈകളില്ലായിരുന്നു എങ്കിൽ ചിലർക്ക് അനേകം കാലുകൾ ഉണ്ടായിരുന്നു. മറ്റു ചിലരാകട്ടെ അവരുടെ ശിരസ് കയ്യിലെടുത്ത് നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ദൃശ്യം മനസ്സിൽ ചിന്തിക്കാൻ കൂടി ഓരോ വ്യക്തിക്കും ഭയമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്രമായ ആൾക്കൂട്ടം പർവ്വതരാജൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്തെത്തിയത് കണ്ട വധുപക്ഷത്തിലുള്ളവരുടെ അവസ്ഥ എന്താകും? വധുപക്ഷത്തിലുള്ളവർ ഈ ഭൂതപ്രേത പിശാചുകളെ കണ്ട് സ്തബ്ധരായി, ഭയഭീതരായി. മഹാദേവന് ആ സമയം 5 മുഖവും 10 കൈകളുമായിരുന്നു. വരനെ ഇങ്ങനെ ഒരു വേഷത്തിലും ഭാവത്തിലും കണ്ട് അവർ കുറച്ചുകൂടി പേടിച്ചു വിറച്ചു. ശബ്ദം കേട്ട് പാർവതീദേവി പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ശിവഭഗവാന്റെ ഇങ്ങനെയുള്ള ഒരു രൂപം കണ്ട് ദേവി ചിന്തിച്ചു, ഞാനും ഇതുപോലൊരു രൂപം ധരിച്ചാലോ? ഭഗവാന്റെ ഈ രൂപത്തിനൊത്തൊരു രൂപം. ഈ ആഗ്രഹം പൂർത്തീകരിക്കാനായി പാർവതീദേവി ഒരു അലൗകിക രൂപം ധാരണം ചെയ്തു. ആ രൂപമാണ് ചന്ദ്രഘണ്ഠ എന്ന പേരിൽ വിളിക്കുന്ന രൂപം. ദേവിയുടെ ഈ രൂപത്തിന് 10 കൈകളുണ്ട്. ത്രിശൂലം, ഗദ, ധനുഷ്, ബാണം, വാള്, താമര, കമണ്ടലു, മണി, ജപമാല, ഒരു കൈയിൽ അഭയമുദ്രയും. ഈ രൂപത്തെയാണ് ചന്ദ്രഘണ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാദേവനെ പോലെ ദേവി തൻ്റെ നെറ്റിയിൽ ഒരു ചന്ദ്രനെ ധരിച്ചിരുന്നു. ദേവിക്കും 3 നേത്രവും ഉണ്ടായിരുന്നു. ദേവിയുടെ കഴുത്തിൽ വെള്ള നിറത്തിലുള്ള മാലയും ഉണ്ടായിരുന്നു. ദേവി ചന്ദ്രഘണ്ഠയുടെ രൂപം ധരിച്ചതിന് ശേഷം മഹാദേവനോട് പ്രാർത്ഥിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങ് ഒരു സുന്ദര രാജകുമാരൻ്റെ വേഷം ധരിക്കണം വിവാഹത്തിന്. കാരണം ഇവിടെ വീട്ടിലുള്ളവരെല്ലാവരും ഭയഭീതരായിരിക്കുകയാണ്. അവരുടെ ഭയം ദൂരീകരിക്കേണ്ടതുണ്ട്. കൂടാതെ വിവാഹം വളരെ ശാന്തമായി നടക്കാൻ വേണ്ടിയും ഭഗവാൻ ഇങ്ങനെ ഒരു സുന്ദര വേഷം ധാരണം ചെയ്യണമെന്ന് ദേവി പറഞ്ഞു. ദേവിയുടെ ഈ പ്രാർത്ഥന മഹാദേവൻ സ്വീകരിച്ചു. ശിവഭഗവാൻ വളരെ സുന്ദരമായൊരു രൂപം ധരിച്ചു. അതിനുശേഷം ദേവിയുടെയും മഹാദേവൻ്റെയും ശുഭവിവാഹം സമ്പന്നമായി തന്നെ നടന്നു. ഇതാണ് ചന്ദ്രഘണ്ഠ ദേവിയുടെ സമ്പൂർണ്ണ കഥ. നവരാത്രിയുടെ 3-ാം ദിവസം ചന്ദ്രഘണ്ഠയുടെ പൂജ ചെയ്തുകൊണ്ട് ദേവിക്ക് വെള്ളത്താമര, ചുവന്ന ചെമ്പരത്തിപ്പൂവ്, റോസാപ്പൂവിൻ്റെ മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം വെളുത്ത നിറത്തിലുള്ള പ്രസാദവും ദേവിക്ക് സമർപ്പിക്കാം. പാല് കൊണ്ടുണ്ടാക്കിയ വെളുത്ത നിറത്തിലുള്ള മധുരം ദേവിക്ക് പ്രിയങ്കരമാണ്. തേൻ സമർപ്പിക്കുന്നതും ദേവിക്ക് അതിപ്രിയങ്കരമാണ്. സുവർണ്ണ നിറത്തിലുള്ളതോ തവിട്ട് നിറത്തിലുള്ളതോ ആയ വസ്ത്രം നാം ധരിച്ച് പ്രാർത്ഥിക്കുന്നത് ദേവിക്ക് വളരെ പ്രിയങ്കരമാണ്.
ദേവിയുടെ വാഹനം സിംഹമാണ്. അതുകൊണ്ട് ദേവിക്ക് സുവർണ നിറത്തിലുള്ള വസ്ത്രം നാം ധരിച്ചു പൂജിക്കുന്നത് വളരെ പ്രിയങ്കരമാണ്. ചന്ദ്രഘണ്ഠാ ദേവിയുടെ ഒരു വലിയ ക്ഷേത്രം ത്രിവേണി സംഗമം എന്ന പേരിൽ പ്രയാഗരാജിൽ പ്രസിദ്ധമാണ്. നവരാത്രിയുടെ 3-ാം നാൾ ഈ ക്ഷേത്രത്തിൽ ചന്ദ്രഘണ്ഠാ ദേവിയുടെ ദർശനം ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും നഷ്ടമാകുന്നതാണ് എന്നാണ് വിശ്വാസം. ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള വരവും ലഭിക്കുന്നതാണ്. വാരണസിയിലും ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഇതാണ് ചന്ദ്രഘണ്ഠാ ദേവിയുടെ സമ്പൂർണ്ണ കഥ എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ പേർക്കും നവരാത്രി ആശംസകൾ. ജയ് ശിവശക്തി. ഹരേ കൃഷ്ണ. രാധേ രാധേ.